നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 9, 11 തീയതികളിലായി 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ്. തൃശൂരിലെ പോളിംഗ് ഡിസംബർ 11-ന്, 13-ന് ഫലമറിയാം. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. രാഷ്ട്രീയ കേരളം ഉണർന്നു. സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികൾ അതിവേഗം പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. മികച്ച സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി മുൻതൂക്കം നേടാൻ ചടുലമായ നീക്കങ്ങൾ. പുതുരുത്തി പടിഞ്ഞാറക്കരയിൽ പറമ്പിൽ കെട്ടിയിരുന്ന ആനയടഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മയക്കുവെടിവെച്ച് ആനയെ തളച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന തടത്താവിള ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കടവല്ലൂർ അന്യൂനത്തിന് നവംബർ 15-ന് തുടക്കം. വേദപരീക്ഷയായ കടവല്ലൂർ അന്യൂനം നവംബർ 15 മുതൽ 26 വരെയുള്ള തീയതികളിൽ ഔപചാരിക ഉദ്ഘാടനം 16-ന് ഞായറാഴ്ച കേരള ഗവർണർ RV ആർലേക്കർ നിർവഹിക്കും. വാർത്തകൾ വിശദമായി. തീയതി കുറിച്ചു. ഇനി നാട്ടങ്കം. കേരളത്തിൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 9, 11 എന്നീ 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-നും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നും നടക്കും. ഡിസംബർ 13-നായിരിക്കും വോട്ടെണ്ണൽ. നവംബർ 14-ന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും. നാമനിർദ്ദേശ പത്രിക നവംബർ 21 വരെ നൽകാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് എന്നീ 7 ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പ് വിജ്ഞാന തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക നൽകാം. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 18-ആണ്. സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 23,576 വാർഡുകളിലേക്കായിട്ടാണ് തെരഞ്ഞെടുപ്പ്. മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. സംസ്ഥാനത്ത് ആകെ 33,746 പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാവുക. 1,37,922 ബാലറ്റ് യൂണിറ്റുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത്. 50,691 കൺട്രോൾ യൂണിറ്റുകളുമുണ്ടാകും. 1,249 റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കും വോട്ടെടുപ്പിനായി ഉണ്ടാവുക. ആകെ 1.80 ലക്ഷം ഉദ്യോഗസ്ഥരെയായിരിക്കും വോട്ടെടുപ്പിനായി നിയോഗിക്കുക. സുരക്ഷയ്ക്കായി 70,000 പോലീസുകാരെയും നിയോഗിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ദുരുപയോഗം തടയാനുള്ള നടപടിയുണ്ടാകും. ആകെ 2.50 ലക്ഷം ഉദ്യോഗസ്ഥരായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നില്ലെങ്കിലും മട്ടന്നൂരിലും പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കും. ചാവക്കാട് 2 പതിറ്റാണ്ടോളമായി നഷ്ടപ്പെട്ട നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് കച്ച് മുറുകുന്നു. ഇതിനായി ഇത്തവണ മുൻനിര നേതാക്കളെ തന്നെ മത്സരരംഗത്തിറക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥികളെ അയക്കുമെന്നാണ് ആദ്യ സൂചന. പാർട്ടിയിലെ അനൈക്യവും ഗ്രൂപ്പ് പോരുമാണ് വിജയത്തിന് തടസ്സം എന്ന തിരിച്ചറിവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിർന്ന നേതാക്കളുടെ ഇടപെടൽ ഉണ്ടാകും എന്ന സൂചനയുണ്ട്. മേഖലയിലെ കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് പോര് നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്ന് പാർട്ടി പരിപാടികൾ പോലും കാര്യമായ രീതിയിൽ നടത്താനായിരുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഐക്യ മനസ്സോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കേച്ചേരിയിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. CPM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CJ ജിജു മാസ്റ്റർ അധ്യക്ഷനായി.
NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, കേരള കോൺഗ്രസ് എം സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, LDF പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി MB പ്രവീൺ, CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M പീതാംബരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PB അനൂപ്, KA സൈഫുദ്ദീൻ, TA ഫൈസൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന പ്രകടന പത്രികയിലേക്ക് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശപ്പെട്ടി സ്ഥാപിച്ചു. എളവള്ളി പഞ്ചായത്തിലെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകരയിൽ സ്ഥാപിച്ച നിർദ്ദേശപ്പെട്ടിയുടെ ഉദ്ഘാടനം CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് നിർവഹിച്ചു. കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് VC വിൻസെന്റ് അധ്യക്ഷനായി. LDF കൺവീനർ ആഷിഖ് വലിയകത്ത്, CPI മണലൂർ മണ്ഡലം കമ്മിറ്റി അംഗം TC മോഹനൻ, CPM എളവള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ഷൈൻ, ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ്, തുളസി രാമചന്ദ്രൻ, CF രാജൻ എന്നിവർ സംസാരിച്ചു. എല്ലാ വാർഡുകളിലും ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശപ്പെട്ടികൾ സ്ഥാപിക്കുന്നുണ്ട്. മറ്റു വാർത്തകൾ. പുതുരുത്തി പടിഞ്ഞാറക്കരയിൽ പറമ്പിൽ കെട്ടിയിരുന്ന ആന ഇടഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് ആനയെ തളച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന തടത്താവിള ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് സംഭവം. പുതുരുത്തി പടിഞ്ഞാറക്കരയിൽ നിന്ന് മുണ്ടത്തിക്കോട് റോഡിലൂടെ ഓടിയ ആന പരിഭ്രാന്തി പരത്തി. തൃശൂരിൽ നിന്ന് എലിഫന്റ് സ്ക്വാഡും വെറ്റിനറി ഡോക്ടറും സ്ഥലത്തെത്തി. 11:30 വെറ്റിനറി ഡോക്ടർ ഗിരിദാസിന്റെ നേതൃത്വത്തിൽ ആനയെ മയക്കുവെടി വെച്ച് തളയ്ക്കുകയായിരുന്നു. കടവല്ലൂർ അന്യോന്യത്തിന് നവംബർ 15-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേദപരീക്ഷയായ കടവല്ലൂർ അന്യോന്യം നവംബർ 15 മുതൽ 26 വരെയുള്ള തീയതികളിൽ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിലാണ് നടക്കുക. പരമ്പരാഗതമായി ഋഗ്വേദ പഠനം നടത്തുന്ന തൃശൂർ ബ്രഹ്മസ്വം മഠവും തിരുനാവായ ബ്രഹ്മസ്വം മഠവും മാറ്റുരയ്ക്കുന്ന വേദപരീക്ഷയായ അന്യോന്യത്തിന്റെ ഉദ്ഘാടനം നവംബർ 16-ന് കേരള ഗവർണർ RV ആർലേക്കർ നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP അജയൻ, KK സുരേഷ് ബാബു എന്നിവർ സംബന്ധിക്കും. 15-ാം തീയതി മുതൽ അന്യോന്യത്തിന്റെ ഭാഗമായുള്ള ദേശീയ സെമിനാറുകൾക്കും കലാപരിപാടികൾക്കും തുടക്കമാകും. കടവല്ലൂർ അന്യോന്യ പരിഷത്ത് ഏർപ്പെടുത്തിയ വാചസ്പതി വേദബന്ധു പുരസ്കാര സമർപ്പണം നവംബർ 22-ന് നടക്കും. വാചസ്പതി പുരസ്കാരം ഡോക്ടർ KT മാധവനും വേദബന്ധു പുരസ്കാരം അഡ്വക്കേറ്റ് P പരമേശ്വരനും സമ്മാനിക്കും. പുരസ്കാര സമർപ്പണ ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കേരള സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ED ഡേവിസ് വാചസ്പതി അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും. നവംബർ 26 വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷനാകും. ചടങ്ങിൽ വേദജ്ഞരെ ആദരിക്കലും കരുവാട്ട് വാസുദേവൻ ഭട്ടതിരിപ്പാട് അവാർഡ് സമർപ്പണവും സമാപന ചടങ്ങിൽ നടക്കും. രാത്രി 9-ന് കോട്ടയ്ക്കൽ PSP നാട്യസംഘം അവതരിപ്പിക്കുന്ന ലവണാസുരവധം കഥകളി അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ അന്യോന്യ പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ, സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, വൈസ് പ്രസിഡന്റ് KN രാമനുണ്ണി, കമ്മിറ്റി അംഗങ്ങളായ P സതീഷ് കുമാർ, P വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി മുരിങ്ങത്തേരി സെന്ററിന് സമീപം ബൈക്കിൽ നിന്ന് വീണ് 2 പേർക്ക് പരിക്ക്. എടക്കഴിയൂർ സ്വദേശി ഷിനോജ്, കോട്ടപ്പടി സ്വദേശി വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ടോടെയാണ് അപകടം. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോൾസൺ താം മരത്തങ്കോടിന്റെ പുതിയ പുസ്തകമായ ഹരിതഗ്രാമം പ്രകാശനം ചെയ്തു. നിരവധി ലേഖനങ്ങളും 40ഓളം പുസ്തകങ്ങളും രചിച്ചിട്ടുള്ള പോൾസന്റെ പുസ്തകങ്ങൾ അധികവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവയാണ്. തിങ്കളാഴ്ച രാവിലെ കടങ്ങോട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് മീന സാജൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP ലോറൻസ്, പഞ്ചായത്ത് സെക്രട്ടറി മായാദേവി, കൃഷി ഓഫീസർ EV അനഘ, വാർഡ് മെമ്പർമാർ എന്നിവർ പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു. അങ്കമാലി വരാപ്പുഴ അതിരൂപതയിൽ അഗ്രികൾച്ചർ കൺസൾട്ടന്റായി ജോലി ചെയ്തിരുന്ന പോൾസൺ താം നിലവിൽ കടങ്ങോട് കൈക്കുളങ്ങര രാമവാര്യർ സ്മാരക ഗ്രന്ഥശാല ലൈബ്രറിനായി പ്രവർത്തിച്ചു വരികയാണ്. കടപ്പുറം പഞ്ചായത്തിൽ സൗഹൃദ റോഡ് തുറന്നു. ബർദാൻ തങ്ങൾ റോഡിലെ താമസക്കാരുടെ പൂർണ്ണ പിന്തുണയിലാണ് റോഡ് യാഥാർത്ഥ്യമാകുന്നത്. 100% ഗുണഭോക്താക്കളുടെ സാമ്പത്തിക സഹായത്താലാണ് റോഡ് നിർമ്മിക്കുക. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. റോഡിനായി വിട്ടു നൽകുന്ന സ്ഥലത്തിന്റെ രേഖകൾ പഞ്ചായത്തിന് കൈമാറി. AV അഷ്റഫ്, V ഹൈദ്രോസ് കുട്ടി, AV അൻവർ, അബൂബക്കർ, ഷിഹാബ്, നജീബ്, എക്സ്പോ സ്റ്റുഡിയോ ഉടമ സൈമൺ,
സിനിമാ കഥാകൃത്ത് സുരേഷ് കൊച്ചമണി എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ ഓഫീസിന് സ്വന്തമായ ഒരു കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS അബ്ദുൾ റഷീദ്, ബുഷ ലത്തീഫ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, ഷാഹിന സലീം, പ്രസന്ന രണദിവെ, കൌൺസിലർമാരായ MR രാധാകൃഷ്ണൻ, KP രഞ്ജിത് കുമാർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതവും സെക്രട്ടറി MS ആകാശ് നന്ദിയും പറഞ്ഞു. NK അക്ബർ MLAയുടെ നിരന്തര ശ്രമഫലമായി സംസ്ഥാന സർക്കാരിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ അനുവദിച്ച 5.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് എതിർവശത്തായി കോൺഫറൻസ് ഹാൾ, കൌൺസിൽ ഹാൾ, കഫ്റ്റീരിയ തുടങ്ങിയ ആധുനിക സൌകര്യങ്ങളോടെ ഓഫീസ് സമുച്ചയം മാത്രമായി പ്രവർത്തിക്കുന്ന രീതിയിലാണ് കെട്ടിടം വിഭാവനം ചെയ്തിട്ടുള്ളത്. നെല്ലുവായ് തിച്ചൂർ ഇട്ടോണം റോഡ് പുനരുദ്ധാരണ പദ്ധതിയിലെ അവസാനഘട്ട BMBC ടാറിംഗ് പ്രവർത്തികൾ വിലയിരുത്താൻ AC മൊയ്തീൻ MLA പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം സ്ഥല സന്ദർശനം നടത്തി. 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 3 കിലോമീറ്റർ ദൂരത്തിൽ BMBC നിലവാരത്തിൽ ടാറിംഗും 950 മീറ്ററോളം ഡ്രെയിനും 2 കൾവർട്ടുകളും നിലവിലെ ഒരു കൾവർട്ടിന്റെ എക്സ്റ്റൻഷനുമാണ് ഈ പദ്ധതിയിലെ പ്രധാന പ്രവർത്തികൾ. വടക്കാഞ്ചേരി PWD നിരത്ത് വിഭാഗം AE K അരുൺ, ഓവർസിയർ VB സ്മിത, പൊതുപ്രവർത്തകരായ PC അബാൽമണി, PB ബിബിൻ, OS മനോജ് പണിക്കർ, NM മിഥുൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. തലമുറകളെ ആത്മീയ ദർശനത്തിലും ക്രൈസ്തവ വിശ്വാസത്തിലും ഉറപ്പിച്ചു നിർത്തുവാൻ സമഗ്ര സംഭാവനകൾ നൽകിയ TC മാത്യുവിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ഏറെ സ്മരണീയമാണെന്ന് IPC കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് പറഞ്ഞു. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച TC മാത്യു മാസ്റ്റർ മെമ്മോറിയൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം പട്ടാമ്പി റോഡിൽ വിക്ടറി ബസാർ ബിൽഡിംഗിൽ TC മാത്യു മാസ്റ്ററുടെ കുടുംബത്തിന്റെ സഹകരണത്തോടെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഉപയോഗിച്ച് നവംബർ 2 മുതലാണ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത്. സമ്മേളനത്തിൽ UPF ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ KK കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. AG ദൂതൻ മാഗസിൻ മാനേജറും HMI അസോസിയേറ്റ് ഡയറക്ടറും ദീർഘകാലം മാത്യു മാസ്റ്ററുടെ സഹപ്രവർത്തകനുമായിരുന്ന PC തോമസ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സമ്മേളനത്തിൽ മാത്യു മാസ്റ്ററുടെ സഹധർമ്മിണി മേരി ടീച്ചറെ UPFിനു വേണ്ടി സ്ഥാപക സെക്രട്ടറി പാസ്റ്റർ KP ബേബി ആദരിച്ചു. പാസ്റ്റർമാരായ CC ബാബു, ലാസർ മുട്ടത്ത്, ബെന്നി തൂമ്പുങ്കൽ എന്നിവർ സംസാരിച്ചു. UPF ജനറൽ സെക്രട്ടറി ജോബിഷ് ചൊവ്വലൂർ, വൈസ് പ്രസിഡന്റ് വിജോഷ് കുണ്ടുകുളം, ലൈബ്രറി കൺവീനർ ഷിജു പനക്കൽ എന്നിവർ പ്രസംഗിച്ചു. ബ്രദർ PR ഡെന്നി, പാസ്റ്റർ KM ഷിൻഡോസ്, പാസ്റ്റർ CJ ഐസക് എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്ത് 4-ാം വാർഡ് വട്ടമ്മാവ് ഉന്നതിയിൽ നിർമ്മിച്ച യോഗ പരിശീലന ഹാളിന്റെയും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിനോട് ചേർന്ന് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 7,10,000 രൂപ ചെലവിട്ടാണ് യോഗ ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉന്നതിയിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണ പ്രവർത്തികൾ നടത്തിയത്. ഹാളിന് ചുറ്റും കട്ട പിടിച്ച് മനോഹരമാക്കുന്നതിന് 12 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് CF ഫൗസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ TS മണികണ്ഠൻ, യോഗ പരിശീലക പ്രിയ, പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ, നിർമ്മല, അനിത എന്നിവർ പങ്കെടുത്തു. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ 102-ാം തിരുനാളിന്റെ സ്വാഗത സംഘം കമ്മിറ്റി ഓഫീസ് തുറന്നു. 2026 ജനുവരി 24, 25, 26, 27 തീയതികളിലായി ആഘോഷിക്കുന്ന ഇടവകയിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത്. രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ഷാജൻ മാറോക്കി, ജോയിന്റ് കൺവീനർമാരായ KV തോമസ്, ടെസി സൈമൺ, കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, ജോഷി വർഗീസ്, KV ജോയ്, MK റെജി തുടങ്ങിയവർ സംസാരിച്ചു. 15 സബ് കമ്മിറ്റികളിലായി 100-അംഗ കമ്മിറ്റിയാണ് തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത്. പന്നിത്തടം സെന്ററിൽ സിഗ്നൽ സ്ഥാപിച്ചിട്ടും അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സിഗ്നൽ ലൈറ്റുകൾ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കണമെന്നും സിഗ്നലിന്റെ സമയക്രമം ക്രമീകരിക്കണമെന്നും കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു.
കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഉദ്ഘാടനവും പന്നിത്തടം സെന്ററിലെ സിഗ്നൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ മാസമാണ് നടന്നത്. ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയും സംഗമിക്കുന്ന പന്നിത്തടത്ത് ബൈപ്പാസ് തുറന്നു നൽകിയതു മുതൽ നിരവധി അപകടങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. സിഗ്നൽ ലൈറ്റുകളും സ്പീഡ് ബ്രേക്കറുകളും ഇല്ലാത്തത് ആദ്യകാലങ്ങളിൽ അപകടങ്ങൾക്ക് കാരണമായിരുന്നു. ഇതിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. തുടർന്ന് സെന്ററിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ നിലവിൽ രാവിലെ 7 മണി മുതൽ അർദ്ധരാത്രി 12 വരെയാണ് സിഗ്നൽ പ്രവർത്തിക്കുന്നത്. പുലർച്ചെ സമയത്ത് വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇതൊഴിവാക്കാൻ 24 മണിക്കൂറും സിഗ്നൽ പ്രവർത്തിപ്പിക്കുകയും 4 ഭാഗത്തും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പറഞ്ഞു. രാവിലെ 7 മണിക്കുള്ളിൽ നിരവധി അപകടങ്ങളാണ് ഇപ്പോഴും നടന്നു വരുന്നത്. ഒരുപാട് വാഹന അപകടങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ഇത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. സിഗ്നൽ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അത് ഓഫാക്കിയിട്ടിട്ട് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ അങ്ങേറ്റം ഇവിടുത്തെ റോഡിന്റെ ഗതി മനസ്സിലാവാതെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നുണ്ട്. സ്വത്തിനും ജീവനും വലിയ അപകടമുണ്ട്. സിഗ്നലിന്റെ സമയക്രമങ്ങളിലെ തകരാർ മൂലം ബൈപ്പാസ് റോഡിൽ ഇരുഭാഗങ്ങളിലും കിലോമീറ്ററോളം വാഹനങ്ങളുടെ നിര നീളുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇത് സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ പൊതുജനങ്ങൾക്കും രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾക്കും ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട്. ഈ വിവരം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും സമയോചിതമായി തീരുമാനമെടുക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായും മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചു. റോഡിലുള്ള സിഗ്നലിന്റെ സമയപരിധി കുറച്ചുകൂടി കൂട്ടി വാഹനങ്ങൾ കൂടുതൽ വരുന്നതാണ്. അപ്പൊ അവിടെ കുറച്ചും കൂടി സമയം കൂട്ടി തരാമെന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞു. ഇതിന്റെ 4 വശത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അവര് കരുതുന്നത് ഇവിടെ ഇതാണ് പ്രധാനപ്പെട്ട റോഡ്, ഇതാണ് പ്രധാനപ്പെട്ട ഹൈവേ എന്ന് കരുതിയിട്ടാണ്, മെയിൻ റോഡ് ഇതാണെന്ന് കരുതിയിട്ടാണ് അത്രയും സ്പീഡിൽ വാഹനങ്ങൾ വരുന്നത്. അതുകൊണ്ട് അപകടങ്ങൾ നിരന്തരം അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആവശ്യങ്ങളിൽ സമയബന്ധിതമായി നടപടി ഉണ്ടാകാത്ത പക്ഷം നിയമ നടപടികളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും കടക്കുമെന്നും കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത്, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിമാരായ PU പ്രകാശൻ, വിഷ്ണു ചിറമനങ്ങാട് എന്നിവരും പങ്കെടുത്തു. എരുവപ്പെട്ടി പഞ്ചായത്ത് ചിറ്റണ്ട പന്തലങ്ങാട്ട് കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. പൊതുപ്രവർത്തകരായ TA ആഷിഖ്, KT സുരേഷ് കുമാർ, ഹക്കിം ചിറ്റണ്ട എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമത്തിലെ യുവതലമുറയ്ക്ക് ഫുട്ബോൾ രംഗത്ത് മികച്ച പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ 100 രൂപയുടെ സമ്മാന കൂപ്പൺ പദ്ധതി ക്ലബ്ബ് ഒരുക്കിയിരുന്നു. GCC ക്ലബ്ബ് ഹൗസിൽ നടന്ന ചടങ്ങിൽ 1ാം സമ്മാനമായ ഇലക്ട്രിക് ബൈക്ക് അബ്ദുൾ റഹ്മാനും 2ാം സമ്മാനമായ LED TV ചാലിശ്ശേരി GHSS പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂറും 3ാം സമ്മാനമായ സൈക്കിൾ ഡോക്ടർ പ്രദീപ് ജേക്കബ് എന്നിവർക്കും മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങൾ വിശിഷ്ടാതിഥികളായി മക്കളായി ഉണ്ണി, ഷമീർ, മദീന, ജോണി ചീരൻ എന്നിവർ വിതരണം ചെയ്തു. കാൽപന്ത് കളിയിൽ പുതിയ തലമുറയിലെ നിരവധി പേർക്കാണ് GCC അക്കാദമിയിലൂടെ ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, ജോയിന്റ് സെക്രട്ടറി ഹമീദ് തുറക്കൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അന്നം തരുന്ന ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തും. ഈ കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിലാണ് മണത്തല മുല്ലത്തറ വോൾഗ സ്വദേശി പള്ളിത്തറയിൽ ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തുന്നത്. 10 മാസത്തോളമായി മുടങ്ങാതെ ഹൈസനാർ രാവിലെ 7 മണിയോടെ കാക്കകൾക്ക് ഭക്ഷണം നൽകുവാനായി പഞ്ചവടി ബീച്ചിലെത്തും. കാക്കകൾ കൂട്ടമായി എത്തുന്നതോടെ ഹസൈനാർ തന്റെ കയ്യിൽ കരുതിയ ഭക്ഷണപ്പൊതി അഴിച്ച് ബിസ്ക്കറ്റ്, പൊറോട്ട എന്നിവ കാക്കകൾക്ക് നൽകും. 100-ലധികം കാക്കകൾ എന്നും അന്നം പ്രതീക്ഷിച്ച് ഇവിടെ എത്താറുണ്ട്. തനിക്ക് ആരോഗ്യമുള്ള കാലം വരെ അന്നം നൽകൽ തുടരുമെന്നും മനുഷ്യരെപ്പോലെ തന്നെ മറ്റു ജീവികളോടും കരുണ കാണിക്കൽ നമ്മുടെ കടമയാണെന്നും ഹസൈനാർ പറയുന്നു. 10 മാസത്തോളമായി ഞാൻ ഈ ലോട്ടറി ഫീൽഡിൽ ഇറങ്ങിയിട്ട്. അങ്ങനെ ഈ പഞ്ചവടി പടിഞ്ഞാറ് ഭാഗത്ത് വരുമ്പോൾ ഇവിടെ പലരും ബലിയിടുന്നൊരു സ്ഥലവും കൂടിയാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇങ്ങനെ ഈ ചായ കുടിക്കുന്ന നേരത്ത് ഈ കാക്കകളൊക്കെ നമ്മളെടുത്ത് വന്നിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ കൊടുത്ത് ശീലമായപ്പോൾ അവർ ഡെയിലി വരും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു നിശ്ചിത വരുമാനത്തിൻ്റെ ഒരു തുക മാറ്റി വെച്ചിട്ട് അവർക്ക് കുറച്ച് പൊറോട്ടയും ബിസ്ക്കറ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്.
ഇനി ഇവിടെ വരുന്ന കാലം വരെ കൊടുക്കും. എത്ര കാലം കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കും പറയാൻ കഴിയില്ല. 69 വയസ്സായി. എന്തായാലും ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാൻ ഇവരായിട്ട് അത്രയേറെ ബന്ധം ആയിക്കഴിഞ്ഞു. ലോട്ടറി വിൽപ്പനക്കാരനായ ഹസൈനാർ തന്റെ തുച്ഛ വരുമാനത്തിൽ നിന്നാണ് മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം നൽകുന്നത്. ഈ കാരുണ്യ പ്രവർത്തനം കണ്ട ചിലർ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. ഉയർന്ന മാർക്കോടെ MBBS നേടിയ കാട്ടകമ്പൽ പാപ്പിരുത്തി കുന്നത്ത് വളപ്പിൽ ഷെരീഫിന്റെയും ഷാഹ ബേബിയുടെയും മകളായ ഡോക്ടർ റിം ഷെരീഫിനെ കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ഉപഹാരം സമ്മാനിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി NM റഫീഖ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ഭാരവാഹികളായ CC മോഹനൻ മാസ്റ്റർ, ജനാർദ്ദനൻ നായർ, KK രവി, KK ഇക്ബാൽ, KA അസീസ്, മുഹമ്മദ് അലി ചിറയങ്കാട്, KA ഹനീഫ, ഗാന ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരുമ്പപ്പെട്ടി പഞ്ചായത്ത് നവീകരണം പൂർത്തീകരിച്ച ചിറ്റണ്ട പുത്തൻകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുത്തൻകുളത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, അംഗങ്ങളായ NP അജയൻ, PM സജി, ES സുരേഷ്, സ്വപ്ന പ്രദീപ് എന്നിവർ സംസാരിച്ചു. സുന്നി യുവജന സംഘം കുന്നംകുളം സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്നേഹലോകം പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനമായി. കേച്ചേരിയിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 10 മണിവരെ 6 സെഷനുകളിലായി 9 അവതാരകർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ജമാൽ ഹാജി പതാക ഉയർത്തിയതോടെയാണ് സ്നേഹലോകത്തിന് തുടക്കമായത്. അബ്ദുൾ സലാം സഖാഫിയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച സ്നേഹലോകം ജില്ലാ മുശാഫറ അംഗം ഉമർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, SMA, SJM സംഘടനകളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത 250-ലേറെ പേർ സ്നേഹലോകത്തിൽ പങ്കാളികളായി. SYS ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി, SYS സംസ്ഥാന സെക്രട്ടറി ജാഫർ ചേലക്കര, ഷാനിഫ് കേച്ചേരി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി KA ജമാലുദ്ദീൻ ഹാജി, റസാഖ് ഹാജി തലക്കൂട്ടുകര, അബ്ദുൾ ഖാദർ മുസ്ലിയാർ, ഷാനിഫ്, ഇർഷാദ് ഒറ്റപ്പിലാവ് തുടങ്ങിയവർ പങ്കെടുത്തു. നബിസ്നേഹത്തിന്റെ മധുരം എന്ന വിഷയത്തിൽ സിറാജുദ്ദീൻ സഖാഫി, മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ മുസ്തഫ P എറക്കൽ, റിസാലത്ത് വിഷയത്തിൽ അബ്ദുൾ ഭാരി സിദ്ദിഖി കടുങ്ങാപുരം, ഉസത്തുൽ ഹസന എന്ന വിഷയത്തിൽ അനസ്, അമാനി പുഷ്പഗിരി, തിരുനബിയുടെ കർമ്മഭൂമിക എന്ന വിഷയത്തിൽ മജീദ് അരിയല്ലൂർ എന്നിവർ വിഷയാവതരണം നടത്തി. പൂർണ്ണതയുടെ മനുഷ്യകാവ്യം സെമിനാറിൽ ഇലിയാസ് സഖാഫി കുമ്മണ്ണ, ശ്രീചിത്രൻ, ജുനൈദ് വരന്തരപ്പിള്ളിയും സംബന്ധിച്ചു. വൈകിട്ട് 7 മണിക്ക് നടന്ന സമാപന സമ്മേളനത്തിൽ കുന്നംകുളം സോൺ SYS പ്രസിഡന്റ് സയ്യിദ് തഖിയുദ്ദീൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. SYS ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. നൌഫൽ സഖാഫി സ്നേഹപ്രഭാഷണം നടത്തി. സലാം സഖാഫി, റാഫി പട്ടിത്തടം, ഷാഫി സഖാഫി, ഷമീർ ചിറമനേങ്ങാട്, അഷ്റഫി സഖാഫി, ജനറൽ സെക്രട്ടറി നൌഷാദ് അസ്ലം സഖാഫി, ജിംഷാദ് ഫാളിലി എന്നിവർ സംസാരിച്ചു. ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നുവരുന്ന വിവിധങ്ങളായ പരിപാടികളുടെ ഭാഗമായി ഇടവകയിൽ നിന്ന് വിവാഹിതരായി പോയ പെൺകുട്ടികളുടെ സംഗമം നടന്നു. ഇടവക ദേവാലയത്തിൽ ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ, ഫാദർ ആനന്ദ് അമ്പൂക്കൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷമാണ് സംഗമം നടത്തിയത്. ഇടവക വികാരി ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ അധ്യക്ഷനായിരുന്നു. ഫാദർ വർഗീസ് പാലത്തിങ്കൽ മുഖ്യപ്രഭാഷണവും ഫാദർ ആനന്ദ് അമ്പൂക്കൻ ആശംസയും നിർവഹിച്ചു. കൺവീനർ പോൾ, ജനറൽ കൺവീനർ TC ജോർജ് എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. പാലക്കാട് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി PB ഷഹമയ്ക്ക് A ഗ്രേഡ്. ഗണിതശാസ്ത്രോത്സവം ഹയർ സെക്കൻഡറി വിഭാഗം സിംഗിൾ പ്രൊജക്ട് മത്സരത്തിലാണ് A ഗ്രേഡ് നേട്ടം. തിരുവത്ര പുതിയറ പുതുപാറയ്ക്കൽ ബാദുഷ ഷാഹിറ ദമ്പതികളുടെ മകളാണ്. ഇരുമ്പപ്പെട്ടി മങ്ങാട് ശ്രീ മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്കിന്റെ നോട്ടീസ് പ്രകാശനം മങ്ങാട് മുരളീധരൻ നമ്പീശൻ നിർവഹിച്ചു. അയ്യപ്പ സേവാ സംഘത്തിന്റെ ഭാരവാഹികളായ സുരേഷ് പടിഞ്ഞാക്കര, സുബ്രഹ്മണ്യൻ പടിഞ്ഞാക്കര, മനോജ് പടിഞ്ഞാക്കര, സുനിൽകുമാർ കരുവാത്ത് മുല്ലയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ ഗെയിംസ് സീനിയർ മെയ്പയറ്റിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ പഴഞ്ഞി ഹൈസ്കൂളിലെ PV ആദിദേവിനെ കാട്ടകാമ്പാൽ പഞ്ചായത്ത് രാമപുരം മെമ്പർ MS മണികണ്ഠൻ ആദരിച്ചു. കളരിയാശാൻ ദിനേശൻ പൊന്നരശ്ശേരി, ആലി അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. പാലക്കാട് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇന്റർനെറ്റ് ഓഫ് തിങ്സിൽ ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷബീബ്
RRA ഗ്രേഡ് സ്വന്തമാക്കി. സ്മാർട്ട് ട്രോളി എന്ന ആശയമാണ് ഷബീബിനെ ഗ്രേഡിന് അർഹനാക്കിയത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,295 രൂപ, സ്വർണം പവന് 90,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 160 രൂപ. ചർമ്മം കാട്ടാക്കമ്പാൽ വെളിയത്ത് ചന്ദ്രൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കാട്ടാക്കമ്പാൽ മേഖല INTUC തൊഴിലാളിയായിരുന്നു. സംസ്കാരം അയ്യൂർ ശ്മശാനത്തിൽ നടന്നു. സുലോചനയാണ് ഭാര്യ. രജീഷ് മകനാണ്. കപ്പൂർ പള്ളങ്ങാട്ടുചിറ നടുശ്ശേരി പട്ടാണിപ്പറമ്പിൽ ഗോപാലൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശ്മശാനത്തിൽ നടന്നു. ബിനീഷ്, വിനീത, ബിന്ദു എന്നിവർ മക്കളാണ്. ദേശമംഗലം തലശ്ശേരി പരേതനായ രാമൻകുട്ടിയുടെ ഭാര്യ കൗസല്യ നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ഗോപിനാഥൻ, സത്യനാഥൻ, സാവിത്രി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിൽ ഇനി തദ്ദേശ പോര്. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ഡിസംബർ 9, 11 തീയതികളിലായി 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ്. തൃശൂരിലെ പോളിംഗ് ഡിസംബർ 11-ന്, 13-ന് ഫലമറിയാം. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. രാഷ്ട്രീയ കേരളം ഉണർന്നു. സീറ്റ് വിഭജനം പൂർത്തിയാക്കി. സ്ഥാനാർത്ഥികളെ അതിവേഗം പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. മികച്ച സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി മുൻതൂക്കം നേടാൻ ചടുലമായ നീക്കങ്ങൾ. പുതുരുത്തി പടിഞ്ഞാറക്കരയിൽ പറമ്പിൽ കെട്ടിയിരുന്ന ആനയടഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് ആനയെ തളച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിരുന്ന തടത്താവിള ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. പ്രസിദ്ധമായ കടവല്ലൂർ അന്യൂനത്തിന് നവംബർ 15-ന് തുടക്കം. വേദപരീക്ഷയായ കടവല്ലൂർ അന്യൂനം നവംബർ 15 മുതൽ 26 വരെ തീയതികളിൽ നടക്കും. ഔപചാരിക ഉദ്ഘാടനം 16-ാം തീയതി ഞായറാഴ്ച കേരള ഗവർണർ RV ആർലേക്കർ നിർവഹിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.